നമസ്തേ. ഇന്നേക്ക് 158 വർഷങ്ങൾക്ക് മുമ്പ് 1863 ജനുവരി മാസം 12-ാം തീയതി പശ്ചിമ ബംഗാളിലെ തലസ്ഥാന നഗരമായ കൽക്കട്ടയിലെ സിമൂലിയ എന്ന ഒരു പ്രദേശത്ത് ഒരു മണിമാളികയിൽ ഒരു ശംഖനാദം മുഴങ്ങി. ബംഗാളിൽ വീടുകളിൽ നിന്ന് ശംഖനാദം മുഴങ്ങിയാൽ അവിടെ ആൺകുട്ടി ജനിച്ചു എന്നുള്ളതാണ് ലക്ഷണം. വിശ്വനാഥദത്തൻ എന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ അഭിഭാഷകൻ്റെ വീട്ടിൽ 4 പെൺകുട്ടികൾ കളിച്ച് വളരുകയായിരുന്നു. ഒരാൺകുട്ടിക്ക് വേണ്ടി ഒരമ്മ തപസ് ചെയ്തു. കാശിയിലെ മഹാദേവനെ നിത്യം ഭജിച്ചു. ആ മഹേശ്വരനെ ഭജിച്ചതിൻ്റെ ഫലമായിട്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പുത്രരൂപത്തിൽ വന്ന് ജനിച്ചു എന്ന് വിശ്വസിക്കും വിധം 1863 ജനുവരി മാസം 12-ാം തീയതി മകര സംക്രമ ദിനത്തിലാണ് വീരനരേന്ദ്രൻ ഭൂജാതനായത്. നരേന്ദ്രൻ എന്ന് അമ്മ അവന് പേരിട്ടു. മഹാകുസൃതിയായിരുന്നു ആ കുട്ടി. കിടക്കവിരികളും മറ്റും വലിച്ച് ദൂരെ എറിയുക, ഭിക്ഷക്കാർക്ക് കയ്യിൽ കിട്ടതെല്ലാം കൊടുക്കുക, എപ്പോഴും പോയി സന്യാസിയാകാൻ ധ്യാനിച്ചിരിക്കുക, ഇതൊക്കെ കുട്ടിയുടെ വിനോദങ്ങളായിരുന്നു. കുട്ടികളുടെ കൂട്ടത്തിൽ അവൻ എപ്പോഴും രാജാവായിരിക്കും. ഏറ്റവും മുകളിലത്തെ തട്ടിൽ അവൻ ഇരിക്കും. പ്രജകളായിരിക്കും തൻ്റെ ചുറ്റുമുള്ളത്. ക്ലാസ് മുറിയിൽ അലക്ഷ്യമായിട്ട് അവൻ ഇരിക്കും. പക്ഷേ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന ഓരോ വാക്കും അവൻ്റെ തലച്ചോറിൽ എങ്ങനെ പതിയാറുണ്ട്. പ്രതിഭ മുറ്റിയ വിദ്യാർത്ഥിയായിരുന്നു. നിരീശ്വരവാദിയെപ്പോലെ ചിലപ്പോൾ അവൻ പെരുമാറാറുണ്ട്. തനിക്ക് വിശ്വാസം വരാത്തതൊന്നും, തനിക്ക് ബോധ്യം വരാത്തതൊന്നും അവൻ വിശ്വസിക്കാറേയില്ല. യുവാവായപ്പോൾ അവൻ ചോദിച്ചു, ഈശ്വരനുണ്ടോ? എല്ലാവരും പറഞ്ഞു ഈശ്വരനുണ്ടല്ലോ. അടുത്ത ചോദ്യം, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും ആശയക്കുഴപ്പത്തിലാവും. ഈശ്വരനുണ്ട് എന്നെല്ലാവരും സമ്മതിക്കും. കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ആ ചോദ്യം അങ്ങനെ കണ്ണിൽ കണ്ടവരോടൊക്കെ ചോദിച്ചു നടന്നു. വില്യം ഹെസ്റ്റി എന്നതിൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസർ വേർഡ്സ്വർത്തിൻ്റെ ഡാഫഡൽസ് എന്ന കവിത പഠിപ്പിക്കുമ്പോൾ വാണ്ടറിംഗ് മൗണ്ട്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭാവസമാധി എന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പ്രൊഫസർ പറയുന്നു. ഈ അവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഒരാളുണ്ട് ദക്ഷിണേശ്വരത്ത്. കാളീക്ഷേത്രത്തിലൊരു പൂജാരിയുണ്ട്. എഴുത്തും വായനയും അറിയാത്ത പരമസാധുവായ ഒരു കാളീഭക്തൻ. അയാളുടെ അടുത്തേക്ക് ചെല്ലൂ, ഈ നിർവികൽപ്പ സമാധിയെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരും. അങ്ങനെ നരേന്ദ്രൻ ചരിത്രപ്രസിദ്ധമായ തൻ്റെ ഗുരുവിനെ കാണുവാൻ പുറപ്പെടുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന അക്ഷരാഭ്യാസമില്ലാത്ത സാധു മനുഷ്യൻ, കാളിയെ പൂജിച്ചു കഴിയുന്ന പരമസാധുവായ സന്യാസികളുടെ മുമ്പിൽ നരേന്ദ്രൻ എന്ന യുവാവ്, യുക്തിവാദിയായ യുവാവ് ചെന്നിട്ട് ചോദിച്ചു, ഈശ്വരനുണ്ടോ? പറഞ്ഞു, ഉണ്ട് കുഞ്ഞെ. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിന്നെ കാണുന്നത് പോലെ ഞാൻ ഈശ്വരനെ കാണുകയാണ്. ചരിത്രപ്രസിദ്ധമായ ഗുരുശിഷ്യ സമാഗമം അന്ന് ആരംഭിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഭാഗ്യം ആ മുഹൂർത്തത്തിൽ ഉടലെടുക്കുകയാണ്. ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരുന്നു. നിരീശ്വരവാദിയായ യുക്തിവാദിയായ നരേന്ദ്രൻ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി കുതിച്ചു. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അരുമ ശിഷ്യനായി. വീട്ടിൽ ദാരിദ്ര്യം കൊടികുത്തി വാഴുമ്പോൾ, പട്ടിണി കിടന്ന് സഹോദരിമാർ പൊളയുമ്പോൾ, അരവയർ ആഹാരത്തിന് നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന കാലത്ത് തൻ്റെ ഗുരുവിനോട് പോയി പറയുകയാണ്, ദാരിദ്ര്യമുണ്ട് എനിക്ക്. അപ്പോഴും ഗുരു പറഞ്ഞത്, നീ സാക്ഷാൽ ജഗദംബികയായ ഭഗവതിയെ ധ്യാനിക്കുന്നു. അങ്ങനെ കഷ്ടപ്പാടുകളുടെ നടുവിൽ അവൻ ജീവിച്ച് 58-ാമത്തെ വയസ്സിൽ തൻ്റെ ഗുരുനാഥൻ തൊണ്ടയിൽ അർബുദം ബാധിച്ച് മരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ ലോകത്തെ നന്നാക്കുവാനുള്ള എല്ലാ ഭാരവും തൻ്റെ അരുമശിഷ്യനായ നരേന്ദ്രനെ ഏൽപ്പിച്ചിട്ട് നിസ്വനായിട്ട് അങ്ങ് യാത്രയായി. അന്ന് മുതൽ നരേന്ദ്രൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, ഗുരുവിൻ്റെ ആഗ്രഹം സാധിക്കുക. അങ്ങനെ ഭാരതം മുഴുവൻ വിഷാദമഗ്നനായി നടന്നു. താടി വളർത്തി വിവിധശാനന്ദൻ എന്ന പേരിൽ ഭാരതത്തെ കണ്ടറിഞ്ഞു. അന്ന് ഭാരതം അടിമ ഭാരതമാണ്. ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്ന പട്ടിണിപ്പേക്കോലങ്ങളായ തൻ്റെ സഹജാതരെല്ലാം പുഴുക്കളെപ്പോലെ ജനിച്ചിടത്ത് കിടന്ന് മരിക്കുന്ന ദരിദ്ര ഭാരതത്തിൻ്റെ കണ്ണീര് കണ്ട് അവൻ യാത്ര പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലെത്തി.
ഷൊർണൂരിൽ തീവണ്ടി ഇറങ്ങി ഭാരതപ്പുഴ നീന്തിക്കടന്ന് ഇക്കരെ എത്തി. ചെറുതുരുത്തിയിൽ നിന്നൊരു കാളവണ്ടിയിൽ കയറി തൃശ്ശിവ പേരൂരിലെത്തി. അവിടെ ഒരു വക്കീലിൻ്റെ അതിഥിയായി താമസിച്ചു. കഠിനമായ പനി പിടിച്ചു. തൃശ്ശൂരിലെ ജനറൽ ഹോസ്പിറ്റലിൽ മെഡിസിൻ വാങ്ങിയതിൻ്റെ രേഖ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്ന് വഞ്ചിക്കുളത്ത് പോയി. അവിടെ നിന്നൊരു വഞ്ചിയിൽ കയറി കൊടുങ്ങല്ലൂരെത്തി. കൊടുങ്ങല്ലൂർ ഭഗവതിയെ കണ്ടു. കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ട് മനം നൊന്ത് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ, അഭിമാനികളായ കേരളത്തിലെ സ്ത്രീകളെ കണ്ട് അദ്ദേഹം അഭിമാനിച്ചു. സംസ്കൃതത്തിലായിരുന്നു അന്ന് സ്ത്രീകൾ കേരളത്തിൽ സംസാരിച്ചിരുന്നത്. ഭ്രാന്താലയമാണ് കേരളം എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിലെ സ്ത്രീകളുടെ പ്രബുദ്ധതയെ അദ്ദേഹം അങ്ങേയറ്റം വാഴ്ത്തിപ്പാടി. ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ആഗ്രഹിച്ചു, കാണാൻ പറ്റിയില്ല. ചട്ടമ്പി സ്വാമികളെ കണ്ടു. തിരുവനന്തപുരത്തെത്തി. അവിടെ നിന്ന് കന്യാകുമാരിക്ക് പോയി. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ, സാക്ഷാൽ ശ്രീ പരമേശ്വരന് വേണ്ടി തപസ് ചെയ്ത ഭഗവതി കന്യകാകുമാരി തപസ് ചെയ്ത ശ്രീപാദപ്പാറയിൽ ധ്യാനിക്കണമെന്ന് തോന്നി. കടത്തുകാരനോട് ചോദിച്ചു, എന്നെ അക്കരെ കടത്താമോ? കാശുണ്ടോ എന്ന് ചോദിച്ചു. കീശയിലൊന്നുമില്ല നരേന്ദ്രന്. നീന്തിക്കോളാൻ പറഞ്ഞു കളിയാക്കിയിട്ട്. ആ ഉഗ്രമായ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നരേന്ദ്രൻ നീന്തി അക്കരെ എത്തി. 3 ദിവസം രാത്രിയും പകലും അവിടെ ഇരുന്ന് ധ്യാനിച്ചു. അപ്പോഴാണ് ഒരു ഉൾവിളി ഉണ്ടായത്, അമേരിക്കയ്ക്ക് പോകണം. അമേരിക്കയിൽ സർവ്വമത മഹാസമ്മേളനം നടക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രതിനിധിയായി, ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയായി അമേരിക്കയിലേക്ക് നരേന്ദ്രൻ പോവുകയാണ്. എല്ലാവരും തെണ്ടി പിരിച്ചു കൊടുത്തൊരു പണക്കിഴി മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെത്തി. സമ്മേളനം 3 മാസം നീട്ടിവെച്ചിരിക്കുന്നു. 3 മാസം എങ്ങനെ അമേരിക്കയിൽ ജീവിക്കും? അദ്ദേഹത്തിൻ്റെ കുലീനമായ മുഖം കണ്ട് പലരും സഹായിച്ചു. 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി